ആനന്ദ ഈ പറഞ്ഞ പോലെ സിനിമ നല്ല സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയം ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചയായിട്ടിരിക്കുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നല്ലൊരു കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം പക്ഷേ പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ പറഞ്ഞ് പറഞ്ഞത് സ്ഥാനാശ്രയുടെ പോലെ സിനിമകൾ ഇറങ്ങിയിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യാത്തത് ജൂറികളുടെ കുഴപ്പമല്ലേ എന്നാണ് ചോദിക്കുന്നത്. കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് അവാർഡ് കിട്ടാത്തതിലല്ല നമുക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നു. ജൂറി പറഞ്ഞൊരു പരാമർശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നല്ല പെർഫോമൻസുകൾ കണ്ടില്ല കുട്ടികളുടെ ഇടയിൽ ഉള്ള സിനിമയിൽ 42ഓളം പുതിയ കുട്ടികളാണ് അഭിനയിച്ചിട്ടുള്ളത്. സിനിമ ദേശീയ തലത്തിലൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അത് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് പിള്ളേർ പെർഫോമൻസിനെ പറ്റിയിട്ടുണ്ട്. ആ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു പരാമർശം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു നല്ല അഭിപ്രായങ്ങളും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഹാപ്പിയാവും. ശരിക്കും പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും പല സ്കൂളുകളിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് നമ്മളെ സിനിമ നല്ലതാണ് നമ്മൾ വിശ്വസിക്കും. പക്ഷേ ജൂറിക്ക് വേറൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. ജൂറിയുടെ തീരുമാനം അന്തിമമാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് വിഷമമില്ല. ഈ പറയുന്നത് കുട്ടികളുടെ പെർഫോമൻസുകൾ കഴിഞ്ഞ വർഷം നല്ല ദിവസം കണ്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച കുട്ടികൾ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കണ്ടവരെല്ലാം പറയുന്നത് അതൊന്നും പരാമർശിക്കാമായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ഒരു വിഷമം. അറിയില്ല, അത് നമുക്ക് അറിയാത്ത കാര്യം പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. പ്രേക്ഷകർ ഇതെല്ലാം അംഗീകരിച്ചിട്ടുണ്ടല്ലോ. പ്രേക്ഷകർക്ക് അത് അതിനുശേഷം വന്ന പോസ്റ്റുകളായാലും സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകളായാലും കാണുമ്പോൾ സന്തോഷമാണ്. കാരണം എല്ലാവരും പറയുന്നുണ്ട്, സ്നേഹത്തിൻ്റെ പേര് എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ഏറമിലായാലും ഡാൻസിലായാലും ഒക്കെയുള്ള കുട്ടികളുടെ പെർഫോമൻസിനെ പറ്റിയും പറയുന്നുണ്ട്. സന്തോഷം. ഓക്കെ.